1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-17 വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരം ആകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുന്നത് ക്രിസ്തുവുമായി മാത്രമല്ല, സഹവിശ്വാസികളുമായും നമ്മെ ബന്ധിപ്പിക്കുന്നു. ഒരേ അപ്പത്തിൽ നിന്നും പങ്കുവാങ്ങുന്നതിലൂടെ പലരായ നാം മാറി മാറി നിൽക്കാതെ ക്രിസ്തു തലയായുള്ള ഒരൊറ്റ ആത്മീയ ശരീരമായി മാറുന്നു എന്നതാണ് ഈ വാക്യത്തിന്റെ കാതലായ അർത്ഥം. ഇസ്രായേൽ ഒരൊറ്റ ജനതയായി ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നതും ഒരുമിച്ച് ഭക്ഷിക്കുന്നതും ഇതിന്റെ നിഴലാണ്. ഈജിപ്തിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപ് ഓരോ കുടുംബവും പെസഹ ആടിനെ അറുത്ത് ഒരേ മാവ് കൊണ്ടുള്ള പുളിക്കാത്ത അപ്പം ഭക്ഷിച്ചു. ഒരു വ്യക്തി തനിച്ചല്ല, മറിച്ച് ഇസ്രായേൽ സമൂഹം മുഴുവൻ ഒരൊറ്റ ജനതയായി ഈ ആഹാരത്തിൽ പങ്കാളികളായി. യേശു അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം. ഒരേ അപ്പത്തിൽ നിന്നാണ് അവിടുന്ന് എല്ലാവർക്കും പങ്കിട്ട് നൽകിയത്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യേശു പിതാവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് തന്നെ. തന്നിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ ഭിന്നതയില്ലാതെ ഒന്നായിരിക്കണം എന്ന് യേശു അത്യന്തം ആഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇപ്രകാരം എഴുതി കൊരിന്ത് സഭയെ അറിയിക്കുന്നത്? കൊരിന്ത് സഭയിൽ വലിയ വിഭാഗീയതയും ചേരിതിരിവും ഉണ്ടായിരുന്നു. അതോടൊപ്പം ചിലർ തങ്ങളുടെ അറിവ് പ്രമാണിച്ച് വിഗ്രഹ ക്ഷേത്രങ്ങളിലെ വിരുന്നുകളിൽ പോയി ഭക്ഷിക്കുകയും സഭയിലെ ബലഹീനരെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. വിശുദ്ധ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു, നാം ഒരേ അപ്പത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിലൂടെ ഒരു ശരീരമായി മാറിയവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ അവഗണിച്ച് വിഗ്രഹങ്ങളുടെ മേശയിലേക്ക് പോകുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തെ വിഭജിക്കുന്നതിന് തുല്യമാണ്. ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങളും പ്രായോഗിക കർത്തവ്യങ്ങളും ഇവയൊക്കെയാണ്. 1. വിശ്വാസികൾ തമ്മിലുള്ള ഐക്യത ആചാരപരമല്ല, അത് ആത്മീയപരമാണ്. നാം പരസ്പരം ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. 2. ജാതി, മതം, സാമ്പത്തികം എന്നിവയുടെ പേരിൽ സഭയ്ക്കുള്ളിൽ വേർതിരിവുകൾ ഉണ്ടാകരുത്. 3. എന്റെ പ്രവൃത്തികൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ കൂട്ടായ്മയെ തകർക്കുന്നത് ആകരുത്. എല്ലാവർക്കും നന്മ ചെയ്യുന്നതും നൽകുന്നതും ആയിരിക്കണം. ചുരുക്കത്തിൽ, ഒരേ അപ്പത്തിൽ നിന്നും പങ്കുപറ്റുന്ന നാം ക്രിസ്തുവിൽ ഒന്നാണ്. നമ്മുടെ ആരാധനയും ജീവിതവും സഭയുടെ ഐക്യത്തെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.